വർക്കാത്തും ഇൻഷാല്ലാ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് എടുക്കുന്നത്. 9ാമത്തെ പാരഗ്രാഫ്. അപ്പോൾ ഹിസ് ഇൻ ഡിഫിയൻസ്, ഹിസ് forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail, the long hair on his spine stood up. ഹിസ്സിങ് ഡിഫിയൻസ് സൈഡിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇത് റെബിലിയൻ, റെസിസ്റ്റൻസ്, അതായത് വെല്ലുവിളിക്കുക, പൊറുവിളി നടത്തുക. ഹിസ്സിങ് ഡിഫിയൻസ്, ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ ചീറ്റിക്കൊണ്ടുള്ള പൊറുവിളി നടത്തൽ. ഈ കോബ്രയുടെ നമ്മുടെ മൂർഖൻ്റെ അതിങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുമല്ലോ, അതിനെക്കുറിച്ച് പറയണം. മൂർഖൻ ഉണ്ടാവും, വേറൊരു വസ്തു വന്നു കഴിഞ്ഞാൽ മംഗൂസിൻ്റെ മേലെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ്സിങ് ഡിഫിയൻസ്, അതിൻ്റെ ചീറ്റിക്കൊണ്ടുള്ള പോർവിളി. ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അതിൻ്റെ രണ്ടായി പിരിഞ്ഞിട്ടുള്ള നാവ്. ഡാർട്ടിങ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചലിക്കുന്നു. ഇൻ ആൻഡ് ഔട്ട്, ഉള്ളിലേക്കും പുറത്തോട്ടും ഇങ്ങനെ. അതിന് പാമ്പിൻ്റെ നാവ് ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അതിനാണ് പറയുന്നത്. ഹിസ് ഫോർക്ക്ഡ് ടങ്, അത് രണ്ടായി പിരിഞ്ഞിട്ടുള്ള അതിൻ്റെ നാവ്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അത് ഉള്ളിലേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. കോബ്ര 6 അടിയിൽ നിന്ന്, അതിൻ്റെ 6 അടിയിൽ നിന്ന് 3 അടിയോളം എന്തായി, ഉയർന്നു നിന്നു. ദ കോബ്ര റൈസ്ഡ്, കോബ്ര ഉയർന്നു നിന്നു. 3 of his 6 feet, മൊത്തം 6 അടിയാണ് മൂർഖനുള്ളത്. അതിൻ്റെ 6 അടിയിൽ 3 അടിയോളം എന്തായി, നിലത്ത് നിന്നും കോബ്ര ഉയർന്നു നിന്നു. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾ ഹുഡ്, അങ്ങനെ അതിൻ്റെ സ്പ്രെഡ് അതെന്തായി, പരത്തി, വിശാലമാക്കി. ഹിസ് ബ്രോഡ്, വിശാലമായിട്ടുള്ള. ആൻഡ് സ്പെക്ടാക്കിൾഡ്, കാണാൻ കഴിയുന്ന. അതിൻ്റെ ഹുഡ് പറഞ്ഞാൽ പത്തി, അവ പത്തി വിടർത്തി നിന്നു. മൂർഖൻ പാമ്പ് പത്തി വിടർത്തി നിന്നു. ബ്രോഡ് സ്പെക്ടാക്കിൾ ഹുഡ് പറഞ്ഞാൽ അതിൻ്റെ പരന്ന കാണാൻ കഴിയുന്ന, അല്ല വിശാലമായിട്ടുള്ള അതിൻ്റെ പത്തി എന്തായി, അത് ഉയർത്തി നിന്നു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ, ഈ കീരി എന്തായി, അതിൻ്റെ വാലെന്തായി, ബുഷ് മോഡലാക്കി, അതായത് കുറ്റിച്ചെടികളെ പോലെ ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് പോലെയാക്കി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ, അതിൻ്റെ പുറം ഭാഗത്തുള്ള, അതിൻ്റെ നട്ടലിൻ്റെ ഭാഗത്തുള്ള അതിൻ്റെ ഹെയർ എന്തായി, സ്റ്റുഡ് അപ്പ്, അത് എഴുന്നേറ്റുന്നു. അപ്പോൾ മംഗൂസിൻ്റെ പുറം ഭാഗത്തുള്ള മുടി എന്തായി, അതിങ്ങനെ പൊന്തി നിന്നു. സോ ദ കോംബാറ്റൻറ്റ് വർ അൺഅവെയർ ഓഫ് മൈ പ്രസൻസ് ഇൻ ദ ട്രീ. പക്ഷേ എന്നിരുന്നാലും ഈ കോംബാറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പോരാളികൾ. കോംബാറ്റൻ്റ് സൈഡിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഇൻ എ ഫൈറ്റ്, ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 2 അംഗങ്ങൾ, അതിനാണ് കോംബാറ്റൻ്റ്, പോരാളികൾ. പോരാളികൾ വേർ അൺഅവെയർ, അവർ അബോധവാന്മാരായിരുന്നു, ബോധമുള്ളവരായിരുന്നില്ല. ഓഫ് മൈ പ്രസൻസ്, എൻ്റെ സാന്നിധ്യം. ഇൻ ദ ട്രീ, മരത്തിൽ. അപ്പോൾ ഞാൻ മരത്തിൽ ഇരിക്കുന്നത് അവർ കണ്ടിട്ടില്ലായിരുന്നു. They were soon made aware of the arrival of 2 other spectators. പക്ഷേ അവരെന്തായി, ഈ മംഗൂസും കോബ്രയും, they were soon made, അവരുടനെ തന്നെ ഉണ്ടാക്കി, aware, ഒരു ബോധമുണ്ടാക്കി, ഓഫ് അറൈവൽ ഓഫ് 2 other spectators, മറ്റുള്ള 2 കാണികളുടെ വരവ് അവരെന്താക്കി, അവരെന്തായി അറിഞ്ഞു, അവർ ബോധവാന്മാരായി. ഓൺ വാസ് എ മൈന, ദ അതർ എ ജംഗിൾ ക്രോ. ഒന്നാരായിരുന്നു, ഒരു മൈനയാണ്, മറ്റേത് കാട്ടുകാക്കയുമാണ്. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻ ഫോർ ബാറ്റിൽ, അവർ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹാഡ് സെറ്റിൽഡ്, അവർ സ്ഥിരപ്പെടുത്തി. ഓൺ ദ കാക്ടസ് വാച്ച് ദ ഔട്ട്കം, റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ എന്തായി, ആ കള്ളിമുൾച്ചെടിയിൽ അവരിങ്ങനെ സെറ്റിലായി, അവരവിടെ ഇരുന്നു. ഹാഡ് ദേ ബീൻ കണ്ടൻറ്റ് ഓൺലി ടു വാച്ച്, അവർ കണ്ടൻറ്റ് സന്തുഷ്ടരാവുക,
അവർ കാണാൻ മാത്രം വേണ്ടി വന്നവരായിരുന്നു. ഹാഡ് ദേ ബീൻ, അവർ വന്നിട്ടുണ്ടായിരുന്നോ, അവരായിരുന്നോ എന്ത്, കണ്ടന്റ് ടു വാച്ച്, അവർ കാണാൻ വേണ്ടി സന്തുഷ്ടരായിരുന്നോ. ആൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം, എല്ലാവരും ഈ പാമ്പിനും കീരിയോടും കൂടെ നല്ല നിലയിലായിരുന്നു എന്നും കൂടിയാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത്, ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫൻസ് സ്വോയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. ഈ കോബ്ര ഈ മൂർഖൻ അതിൻ്റെ ഡിഫൻസ് സ്ഥാനത്ത് പോർവേളിയിലേക്ക് അത് എഴുന്നേറ്റ് നിന്നു. സ്വോയിങ് സ്ലോലി, സ്വോയിങ് എന്ന് പറഞ്ഞാൽ ആടുക. ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിങ്ങനെ മൂർഖനിങ്ങനെ ഒരു സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് മറ്റു സൈഡിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫാൾസ് മൂവ്. ട്രൈങ് ടു മെസ്മറൈസ്, ഈ മംഗൂസിനെ മയക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശ്രമിക്കുക, ടു മെസ്മറൈസ് അതിനെ മയക്കാൻ, ദ മംഗൂസിനെ മയക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇൻ ടു മേക്കിംഗ് എ മൂവ്, ഫാൾസ് മൂവ്, ഒരു തെറ്റായിട്ടുള്ള സഞ്ചാരം നടത്താൻ വേണ്ടിയിട്ട് ഈ പാമ്പ് മംഗൂസിനെ ഇങ്ങനെ മയക്കിക്കൊണ്ടേയിരുന്നു. അതിങ്ങനെ ആടിയിട്ട് മംഗൂസ് കീരിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആടും. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പണൻസ് ഗ്ലാസി അൺവിങ്ഡ് ഐ. പക്ഷേ മംഗൂസ് മനസ്സിലാക്കിയിട്ടുണ്ട് ദ പവർ ഓഫ് ഹിസ് ഓപ്പണൻ്റ്, അവൻ്റെ എതിരാളിയുടെ ശക്തി അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗ്ലാസി അൺവിങ്ങിങ് ഐ, ഗ്ലാസി പറഞ്ഞാൽ ചില്ല് പോലെയുള്ള, അതുപോലെ തന്നെ അൺവിങ്ങിങ് ഐ, അടയാത്ത പാമ്പിൻ്റെ കണ്ണിൻ്റെ പവർ ആര് മനസ്സിലാക്കിയിട്ടുണ്ട്, മംഗൂസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം, അങ്ങനെ അതിനെ കാണാൻ അവന് നിഷേധിച്ചു. ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. അങ്ങനെ പകരം മൂർഖൻ്റെ കടിയിൽ നിന്ന് അവനിങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് പകരം ഇവന് ഈ ഫിക്സഡ് ഹിസ് ഗേസ്, ഈ മംഗൂസ് അവൻ്റെ നോട്ടം ഉറപ്പിച്ച് നിർത്തി. അറ്റ് എ പോയിന്റ്, ഒരു കേന്ദ്രത്തിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ജസ്റ്റ് ബിലോ ദ കോബ്രയുടെ, കോബ്രയുടെ പത്തിയുടെ തൊട്ട് താഴെയുള്ള ഭാഗത്തേക്ക് മംഗൂസ് നോക്കിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഓപ്പൺഡ് ദ അറ്റാക്ക്, അങ്ങനെ യുദ്ധം തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. മൂവിങ് ഫോർവേഡ് ക്വിക്കിൽ, പെട്ടെന്ന് മുന്നോട്ട് സഞ്ചരിച്ചു. അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, മൂർഖനെ കിട്ടുന്നതിൻ്റെ ഏറ്റവും അടുത്തെത്തി. ദ മംഗൂസ് മേഡ് എ പ്രിറ്റൻഡ് മൂവ് ടു വൺ സൈഡ്. മംഗൂസ് ഒരു തെറ്റായിട്ടുള്ള ചലനം ഒരു ഭാഗത്തേക്ക് ചലിച്ചു. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്റ്റക്ക്, ഈ പെട്ടെന്ന് തന്നെ ഈ മൂർഖൻ ആക്രമിച്ചു. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ പാമ്പിൻ്റെ പത്തി താഴേക്ക് വന്നു. ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. ഞാൻ വിചാരിച്ചു മംഗൂസിനെ ഇനി ഒരിക്കലും രക്ഷിക്കാൻ കഴിയില്ല എന്ന് പോലും ഞാൻ വിചാരിച്ചു. പക്ഷേ ബട്ട് ദ ലിറ്റിൽ ഫെലോ, നമ്മുടെ ഈ ചെറിയ ആൾ മംഗൂസ്, ജംപ്ഡ് നീറ്റ്ലി ടു ഓൺ സൈഡ്, മറ്റൊരു ഭാഗത്തേക്ക് മംഗൂസ് വളരെ വൃത്തിയായിട്ട് അവന് ചാടി. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര. ഡാർട്ടഡ് ഇൻ പറഞ്ഞാൽ ചാടുക, അകത്തേക്ക് ചാടുക. ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്ര, കോബ്രയെ പോലെ തന്നെ വളരെ വേഗത്തിൽ ഉള്ളിലേക്ക് ചാടി, കീരി ചാടി. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക് ആൻഡ് ഡാർട്ടിങ് എവർ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. പെട്ടെന്ന് തന്നെ ബൈറ്റിംഗ് ദ സ്നേക്ക്, പെട്ടെന്ന് തന്നെ പാമ്പിനെ കടിച്ചു. ഓൺ ദ ബാക്ക്, പാമ്പിൻ്റെ പുറം ഭാഗത്ത് കീരി കടിച്ചു.
ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. അങ്ങനെ വീണ്ടും എന്തായി, ഡാർട്ടിങ് എന്ന് പറഞ്ഞാൽ ചാടുക, ഡാർട്ടിങ് അവേ ദൂരേക്ക് ചാടി മാറി, ഔട്ട് ഓഫ് ദ റീച്ച് കോബ്രയ്ക്ക് കിട്ടുന്നതിലും ദൂരത്തേക്ക് ആര് ചാടി, മംഗൂസ് ചാടി. അറ്റ് ദ സെയിം മൊമെൻറ്റ് ദാറ്റ് ദ കോബ്ര സ്ട്രക്ക്, ഈ കോബ്ര ആക്രമിച്ച അതേ സമയം തന്നെ ദ ക്രൗ ആൻഡ് ദ മൈന ഹൾഡ് ദംസെൽഫ് അറ്റ് ഹിം, ഈ കാക്കയും മൈനയും ഹൾഡ് പറഞ്ഞാൽ അവരെന്തായി, പെട്ടെന്ന് തന്നെ സഞ്ചരിക്കുക, പെട്ടെന്ന് തന്നെ ചലിക്കുക, ദംസെൽഫ് അറ്റ് ഹിം, പാമ്പിൻ്റെ അടുത്തേക്ക് അവരും എന്തായി ചാടി. ഒൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡെയർ, അവരെന്തായി, പാതി വായുവിൽ അവരെന്തായി രണ്ടുപേരും കൂട്ടിമുട്ടി. ഷ്രൈക്കിംഗ് ഇൻസൾട്ട്, അവരെ ഒച്ചവെച്ചു, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അവരെ ഒച്ചവെച്ചു, അവർ പരസ്പരം ഒച്ചവെച്ചു. അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, അവർ വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചുപോയി, കാക്ടസ് പ്ലാന്റിലേക്ക്, കള്ളിമുൾച്ചെടിയിലേക്ക് തന്നെ അവർ തിരിച്ചുപോയി. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റഡ് ഓൺ ദ കോബ്രാസ് ബാക്ക്, കുറച്ച് എന്തായി ചോരത്തുള്ളികൾ എന്തായി കാണപ്പെട്ടു. ഓൺ ദ കോബ്രാസ് ബാക്ക്, പാമ്പിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് ചോര കാണപ്പെട്ടു. ദ കോബ്ര സ്ട്രക്ക് ആൻഡ് മിസ്ഡ്, കോബ്ര വീണ്ടും ആക്രമിച്ചു, പക്ഷെ അതെന്തായി, മിസ്സായി പോയി. എഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, ഒരു ഭാഗത്തേക്ക് മംഗൂസ് എന്തായി ചാടി, സ്പ്രാങ് എന്ന് പറഞ്ഞാൽ ചാടി. ജമ്പഡ് ഇൻ ആൻഡ് ബൈറ്റ്, ഉള്ളിലേക്ക് ചാടിക്കൊണ്ട് വീണ്ടും കടിച്ചു. എഗെയിൻ ദ ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, വീണ്ടും ഈ കിളികളെന്തായി, മൈനയും കാക്കയും എന്തായി, പാമ്പിൻ്റെ അടുത്തേക്ക് ചാടി. ബംബ്ഡ് ഇൻ ടു ഈച്ച് അതർ ഇൻസ്റ്റഡ്, അവർ രണ്ടുപേരും എന്തായി, പരസ്പരം എന്തായി ഒച്ചയുണ്ടാക്കി. ആൻഡ് റിട്ടേൺഡ് സ്ട്രൈക്കിംഗ് ടു ദ സേഫ്റ്റി ഓഫ് ദ കാക്ടസ്, അവർ വീണ്ടും ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അവർ സുരക്ഷിതമായിട്ടുള്ള ആ കള്ളിമുൾച്ചെടിയിലേക്ക് തന്നെ അവർ തിരിച്ചു വന്നിരുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ക്ലാസ് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.